ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നല്ല മഴക്കാലമാണ്, കേരളം മൊത്തം മഴയാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഐറ്റംസ് കാണുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും നമ്മുടെ വീഡിയോയുടെ പരിപാടിയെന്ന്. നോർമലി ഞാനിങ്ങനെ മഴക്കാലത്ത് എൻ്റെ അഡീനിയം ചെടികളെ മാറ്റി വയ്ക്കാറില്ല. പക്ഷേ ഇത്തവണ ഫോഴ്സ്ഫുള്ളി മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങളും നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് എൻ്റെ അഡീനിയം വീഡിയോസ് കാണുന്ന പലരും എന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ മഴക്കാലത്ത് ഈ അഡീനിയം ചെടികളെ മാറ്റി വെക്കുമോ, അവിടെ തന്നെ വെക്കുമോ എന്നുള്ളതാണ്. അതിന് റിപ്ലൈ ഞാൻ തരാം. അത് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നതാണ്, അഡീനിയത്തിൻ്റെ ഇലകൾ മഞ്ഞ നിറമായി പോകുന്നു, ഇലകൾ ബ്രൗൺ നിറമായി പോകുന്നുള്ള കാരണം. അടുത്ത് ചോദിക്കാറുള്ളത് മൊട്ട് വരുന്നുണ്ട് പക്ഷേ വിരിയുന്നില്ല, അത് കരിഞ്ഞ് താഴേക്ക് വീഴുന്നു. ആ വക പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ കോഡക്സ്, അഡീനിയത്തിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകുന്ന പ്രശ്നം പറയാറുണ്ട്. പിന്നെ മഴക്കാലത്ത് പ്രൂൺ ചെയ്യാമോ, റീപോർട്ട് ചെയ്യാമോ, മഴക്കാലത്ത് എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 1-2 പ്രശ്നങ്ങൾ എൻ്റെ ചെടികളെയും ചെറുതായിട്ടെങ്കിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിത്ത് ഡെമോ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, മഴക്കാലത്ത് ഇതിനെ മാറ്റി വെക്കാറുണ്ടോ എന്നുള്ളതാണ്. ഞാൻ മാറ്റി വെക്കാറില്ലായിരുന്നു. കാരണം മഴക്കാലത്ത് ഈ അഡീനിയം ചെടികളെ മാറ്റി വെക്കണോ എന്നുള്ള ആ ഒരു കാര്യം എന്തിനെ ആശ്രയിച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് നല്ല ശരിക്കും എന്താ പറയുക, ലൂസാണെങ്കിൽ, ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, വരുന്ന വെള്ളം അപ്പോൾ തന്നെ അടിയിൽ കൂടെ താഴേക്ക് പോകുന്നു, അതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ നല്ല ഓപ്പൺ ആണെങ്കിൽ മാറ്റി വെക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല. കാരണം വെള്ളം കെട്ടി നിൽക്കുന്നില്ല. വെള്ളം കെട്ടി നിന്നാലാണ് അഡീനിയത്തിന് പ്രശ്നമുള്ളത്. നമുക്കറിയാം, അഡീനിയം ഒരുപാട് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ല സൺലൈറ്റ് 6 മുതൽ 8 മണിക്കൂർ വരെ കൊണ്ടാലും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴ വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അഡീനിയം ചെടികൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ ക്വാളിറ്റി ആശ്രയിച്ചിരിക്കും. ലാസ്റ്റ് ടൈം ഞാൻ ഉപയോഗിച്ച പോട്ടിംഗ് മിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് സോയിൽ, ഒരു പരീക്ഷണം, കുറച്ച് റെഡ് സോയിൽ ഉപയോഗിച്ചായിരുന്നു. ചെടിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ മഴയായപ്പോൾ കുറച്ചധികം വെള്ളം നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ആ വെള്ളം നിന്നത് കൊണ്ടാവാം പ്രശ്നങ്ങൾ, നിങ്ങൾ വരുന്ന പ്രശ്നങ്ങൾ ഒന്നായിട്ട് ചെറുതായിട്ട് എൻ്റെ അഡീനിയത്തിനും കണ്ടു തുടങ്ങി. അപ്പോൾ അതിനുള്ള പ്രതിവിധികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറമായി പോകുന്നുള്ളതാണ്. മഞ്ഞ നിറം കാണാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അഡീനിയം ചെടികൾ പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച്, ചൂടിലിരിക്കുന്ന അടീനിയം, വെയിലത്തിരിക്കുന്ന അടീനിയം പെട്ടെന്ന് മഴ വരുമ്പോൾ, കാലാവസ്ഥ മാറുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും ചെടിക്ക്. ഈ സ്ട്രെസ്സ് കാരണം അഡീനിയം എന്ത് ചെയ്യും, ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഇലകൾ പൊഴിച്ച് കളയാൻ ടെൻഡൻസി കാണിക്കും. പാകമായ ഇലകൾ മാത്രമല്ല, തളിരിലകൾ പോലും കൊഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും മഞ്ഞ നിറമായിട്ട്. അതുപോലെ തന്നെയാണ് മൊട്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്ന, മൊട്ടുകളും ഇതിനൊപ്പം തന്നെ കൊഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. ഇനി വേറെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ മഞ്ഞ നിറം ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ, നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ചെടിക്ക് സ്ട്രെസ് ഉണ്ടാവും. ആ റീപോർട്ട് ചെയ്യുന്ന സമയത്തും ഇലകൾക്ക് മഞ്ഞ നിറമായിട്ട് മാറും. പിന്നെ വേറെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന പ്ലാന്റ് പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, പോട്ടിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകാറുണ്ട്. അതും കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പോഷക മൂല്യങ്ങളുടെ കുറവ് കൊണ്ടും അഡീനിയത്തിൻ്റെ ഇലകൾ മഞ്ഞാവാറുണ്ട്. നൈട്രജനും മെഗ്നീഷ്യവും ഒക്കെ കുറഞ്ഞു പോയാൽ ഇലകൾ മഞ്ഞാവാറുണ്ട്. പിന്നെ സൺലൈറ്റ് നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇലകൾ മഞ്ഞാകാറുണ്ട്. പിന്നെ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പാകമായ ഇലകൾ പഴുത്തു പോകുന്നൊരു ടെൻഡൻസി എല്ലാത്തിനടുത്ത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അടിയിൽ ഇലകളാണ് പോവുക. അത് സാധാരണ സംഭവിക്കുന്നതാണ്. ഒരു കാലം കഴിഞ്ഞ് അഡീനിയം ഒരു ഡോർമൻസി സ്റ്റേജിലേക്ക് പോകും. ആ കാലാവസ്ഥ മാറുമ്പോൾ അപ്പോഴും ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വറീഡാവും. ഈ വറി കാരണം നമ്മളിതിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കും, ഒരുപാട് വളം ഇട്ട് കൊടുത്ത് നോക്കും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് മെയിനായിട്ട് കാരണമാകുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചുവട്ടിൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇതിൻ്റെ ലീവൊക്കെ കേടാവും. അപ്പോൾ ഇതിനടുത്ത് പറഞ്ഞ് കോഡക്സ് അഴുകിപ്പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ്, അത് ഓവർകം ചെയ്യും. വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ചെടിയെ വൃത്തികേടാക്കാണ്ടിരിക്കുക. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, പലരും ഇലകളിൽ ഇങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അഡീനിയം ചെടിക്ക് ഇലകളിൽ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഇലയിൽ വെള്ളം കെട്ടി നിന്നാലും അത് ഇലയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഫുള്ളായിട്ട് ഡ്രൈ ഔട്ട് ആയതിനു ശേഷം മാത്രമേ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡീനിയത്തിൻ്റെ യെല്ലോയിങ് ഒഴിവാക്കാൻ പറ്റില്ല. ഇതിങ്ങനെ സംഭവിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ വറീഡ് ആകാണ്ടിരിക്കുക. ഓക്കെ. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, ഇത് എന്തിലേക്ക് വഴിതെളിക്കും, കോഡക്സ് ചീഞ്ഞു പോകാൻ കാരണമാകും. കോഡക്സ് ചീഞ്ഞു പോകുന്ന നമുക്ക് ചെടിയിലെ സിംറ്റംസ് കാണുമ്പോൾ ചെടിയുടെ ഹെൽത്ത്, ആരോഗ്യത്തിനൊരു കുറവുണ്ടാവും. ഇനി കോഡക്സ് ഞെക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, സോഫ്റ്റനിങ്ങോ അതിൻ്റെ ഉള്ളിൽ അഴുകിയതൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാനില്ല, അപ്പം തന്നെ ചെടിയെ പുറത്തേക്ക് എടുക്കുക. ചെടിയെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടോ വീഡിയോ അതിനെ സംബന്ധിച്ച്, അതിൻ്റെ അഴുകിയ ഭാഗം, ചീഞ്ഞു പോയ ഭാഗം മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഭാഗത്ത് നമ്മുടെ സാഫ് എന്നൊരു എന്താ പറയുക ആൻറ്റി ഫംഗൽ ഞാൻ കാണിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇരിപ്പുണ്ട്.
ഈ സാഫാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുക. കുറേ ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കാം, പക്ഷേ ഇത് വളരെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ബ്രാൻഡ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കോഡെക്സ് അഴുകി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് മൊത്തം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് 1-2 മാസം പുറത്തിട്ടാലും കുഴപ്പമില്ല, ഷെയ്ഡിലിട്ടിരിക്കുക. അവിടെയായിട്ട് ഫുള്ളായിട്ട് ഡ്രൈ ആയതിനു ശേഷം പിന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യുക. അത് ഉറപ്പായിട്ടും റിക്കവർ ചെയ്ത് വരും. വലിയ സീരിയസ് കേസിലല്ല എങ്കിൽ അത് റിക്കവർ ചെയ്ത് വരും. അപ്പോൾ കോഡെക്സ് ചീഞ്ഞു പോയാൽ ചെയ്യാവുന്നൊരു കാര്യം അതാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അഡിനിയം ചെടികൾക്ക് കേട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ, മഴക്കാലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ആൻറ്റി ഫംഗൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ച സ്റ്റാഫ് ഉണ്ടല്ലോ, സ്റ്റാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോട്ടിംഗ് സോയിലിൻ്റെ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ലാസ്റ്റ് ടൈം കുറച്ച് റെഡ് സോയിൽ ഉപയോഗിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ചെടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, പൂക്കളൊക്കെ ഉണ്ടായി. പക്ഷേ വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കേണ്ടി വന്നത്. അതുപോലെ ചകിരിച്ചോറ് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പോട്ടി മിക്സ് കാണിച്ചിട്ടുണ്ട്. ചകിരിച്ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ പറഞ്ഞു, പലരും സംശയം ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ എന്ത് പോട്ടി മിക്സ് ഉപയോഗിക്കും എന്നുള്ളതല്ല, ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് അനുസരിച്ചിട്ട് നമ്മളതിനെ കെയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചകിരിച്ചോറ് വെച്ചാലും പ്രശ്നം അതാണ്, കുറച്ച് അല്ലെങ്കിൽ കൊക്കോപീറ്റ് വെച്ചാലും കുറച്ച് വെള്ളം തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നമ്മൾ ഒരു കെയർ കൊടുക്കേണ്ടി വരും, മഴയത്തുനിന്ന് മാറ്റി വെക്കേണ്ടി വരും. ഈ മഴയത്തുനിന്ന് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, എനിക്കിപ്പോൾ 40 ചെടികളുണ്ട്. സൺലൈറ്റ് കിട്ടുകയും വേണം, മഴ നനയാനും പാടില്ല. അങ്ങനൊരു സ്ഥലമായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ആകെ ഇത്ര ഏരിയ ഉള്ളൂ, കണ്ടല്ലോ. നമ്മുടെ ഒരു ടെറസിലെ ഒരു സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ ഇത്രയും ചെടികളായി. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ചെടികൾ തന്നെ നമ്മുടെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസോ മൾട്ടിപെറ്റലോ ഒക്കെയാണ്. ഇനി നമ്മുടെ കുറച്ച് പരീക്ഷണ അടീനിയങ്ങളുണ്ട്. ആ സൈഡിലേക്ക് ഞാനൊരു ടേബിളിൻ്റെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, വീട്ടിനകത്തേക്ക് കയറുന്ന വഴിയിലും ഇറങ്ങുന്ന വഴിയിലും ഒക്കെ കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മഴ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ യെല്ലോ കളറേഷൻ ഞാൻ പറഞ്ഞു, ഞാൻ ഡെമോ കാണിക്കാമെന്ന് പറഞ്ഞു, ആദ്യം പറയാൻ മറന്നുപോയി. ഇത് കണ്ടോ, ഇതിൽ ഈ ചെടിയിലേക്ക് നോക്കുകയാണെങ്കിൽ തളിരിലകൾ തന്നെ യെല്ലോ ആകുന്നൊരവസ്ഥ കണ്ടോ. പുറത്തുള്ള ഇലകൾ തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ യെല്ലോ കളർ. തൊട്ടാൽ തന്നെ താഴേക്ക് പോകും. ഇത് കുറേ ഉണ്ടായിരുന്നു, ഞാൻ തൊട്ടപ്പോൾ താഴേക്ക് പോയതാണ് കണ്ടോ. ഇതൊക്കെ യെല്ലോ കളറായി താഴേക്ക് പോയതാണ്. അതുപോലെ മുട്ടുകൾ കരിഞ്ഞു പോകുന്നു ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ. ഈ മുട്ടുകൾ കണ്ടോ, ഇത് കരിഞ്ഞ് നിൽക്കുക. ഈ മുട്ടപ്പോൾ തൊട്ടപ്പോൾ തന്നെ വീണ് പോയി. ഇത് കണ്ടോ, ഇത് പോയി. ഇവിടെ നിന്ന് വീണ് കിടപ്പുണ്ട്, കണ്ടോ. ഇങ്ങനെ മുട്ടുകൾ കരിഞ്ഞു പോകുന്നൊരവസ്ഥ ഇവിടെ നിന്നും കണ്ടോ. അപ്പോൾ ഇതൊന്നും ഞാനും എക്സെപ്ഷൻ അല്ല, എനിക്കും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആ ഇലകളുണ്ടല്ലോ, ഇലകൾ അപ്പം തന്നെ മാറ്റി കൊടുക്കുക. മഞ്ഞ നിറത്തിലെ ഇലകൾ മാറ്റി കൊടുക്കുക. ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഈ പൂക്കളൊക്കെ ഉണങ്ങി അതിൻ്റെ പുറത്തേക്ക് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഉണ്ടാവും കുറേ ഇലകൾ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്ലീൻ ആക്കാതെ വെച്ചതാട്ടോ. സാറിന് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്, കണ്ടോ. ഇതിനൊക്കെ അപ്പോൾ തന്നെ മാറ്റി കൊടുത്തിട്ട് ചെടിയുടെ ചുവടൊന്ന് വൃത്തിയാക്കി ഇടുക. കാരണം എന്താ വെച്ചാൽ, ഇത് ഇൻഫെക്ഷൻ വന്ന ഇലകളും പൂക്കളും ഒക്കെ ആണല്ലോ, അത് കിടന്നാൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പലരും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, ഈ മഴക്കാലത്ത് അഡീനിയം ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കാമോ, റീപ്പോർട്ട് ചെയ്യാമോ, രാസവളങ്ങൾ കൊടുക്കാമോ, അല്ലെങ്കിൽ വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാമോ എന്നൊക്കെ. ഇത് മൂന്നും മഴ സമയത്ത് ഉറപ്പായിട്ട് ഒഴിവാക്കുക. കാരണം ഈ മഴക്കാലത്ത് ഈ അഡീനിയം ഞാൻ പറഞ്ഞൊരു ഡോർമൻസി സ്റ്റേജിലായിരിക്കും. ഇതിൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നടക്കില്ല. ആ സമയത്ത് നമ്മൾ ഈ എക്സ്ട്രാ കൊണ്ട് വെള്ളമോ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫുൾ സ്ട്രെസ് ഉണ്ടാവും. ഫുൾ സ്ട്രെസ് ഉണ്ടായിട്ട് അതിൻ്റെ വേരും കോട്ടക്സും ഒക്കെ അഴുകിപ്പോവും, അല്ലെങ്കിൽ സോഫ്റ്റനിങ് ഉണ്ടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കഴിവതും ഈ റിപ്പോർട്ടിങ്ങും പ്രൂണിങ്ങും ഒക്കെ മഴ കഴിഞ്ഞിട്ട് നല്ല വെയിൽ വന്നതിന് ശേഷം ചെയ്യുക. ഇനി ഇതിനിടയ്ക്ക് ഈ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ തണ്ടുകൾ ചീഞ്ഞു പോകാറുണ്ട്. ഈ ഒരു ഇപ്പോൾ ഇതിൽ എനിക്ക് തണ്ട് ചീഞ്ഞൊന്നുമില്ല, ഞാൻ കാണിച്ചു തന്നെ. ഒന്നുകൂടെ കണ്ടാൽ ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്തു. ഇല്ല, ഇത് കണ്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റെം എടുക്കുക. ഈ ഒരു സ്റ്റെം ചീഞ്ഞു പോയി എന്ന് കരുതുക. ചീഞ്ഞു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ സ്റ്റെമ്മിൻ്റെ ആ ചീഞ്ഞ ഭാഗത്തിൻ്റെ താഴെ ബ്ലേഡ് ഒന്ന് കട്ട് ചെയ്തിട്ട്, കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒട്ടും തന്നെ കേടില്ല എന്ന് ഉറപ്പിക്കണം. കാരണം അതെല്ലാം പോയിട്ട് നല്ല ഗ്രീൻ കളറിൽ കട്ടിങ് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് നേരത്തെ സാഫ് കാണിച്ചല്ലോ, ആ സാഫിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഷെയ്ഡിൽ വെക്കുക, ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അവിടെ ഡ്രൈ ആയിട്ട് വേറെ ലീവ്സ് വരാൻ പറ്റും. ഇത് മഴക്കാലമോ വെയിലുകാലമോ ഒന്നും നോക്കണ്ട, എപ്പോൾ വന്നു അപ്പോൾ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാൻ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ചിലർക്ക് പോസിബിൾ ആയിരിക്കില്ല ഈ മഴക്കാലത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ചെയ്യാവുന്ന ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോളിത്തീൻ കവറില്ലേ, പോളിത്തീൻ കവർ, പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ അടിനത്തിൻ്റെ ഈ സ്റ്റെമ്മിൽ ഒന്ന് ചുറ്റിക്കൊടുക്കുക. ചുറ്റിക്കൊടുത്ത് ചെറിയായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം അതിനെ സ്പ്രെഡ് ചെയ്ത് ഈ ചട്ടി മൊത്തം അങ്ങോട്ട് കവർ ചെയ്തിടുക. ഈ ചട്ടി മൊത്തം കവർ ചെയ്തിടുമ്പോഴത്തേക്ക് വെള്ളം അധികം മണ്ണിലേക്ക് വീഴാതിരിക്കും. അങ്ങനെ നമുക്ക് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഇതിനെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം.
ഇങ്ങനെ പല മാർഗ്ഗങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ ഞാനിതിൻ്റെ വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ കൂടെ നമുക്ക് മഴക്കാലത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് അഡീനിയം കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഇനി വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഡീനിയത്തെ സംബന്ധിച്ച് കുറേ അധികം വീഡിയോകൾ ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങളുടെ പല ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് അത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എല്ലാ അഡീനിയം വീഡിയോസും കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് മഴക്കാലത്ത് അഡീനിയം പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ, അഡീനിയത്തെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടാണെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.